ഹായ്, ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദ വേർഡ് പ്രയോറിറ്റി. ആരാണ് ജീവിതത്തിൽ പ്രയോറിറ്റി ആഗ്രഹിക്കാത്തത്? ചെറിയ കുഞ്ഞു വാവിയാവുന്ന കാലം മുതൽ വയസ്സായി നമ്മൾ മരിക്കുന്നത് വരെയുള്ള കാലം വരെ നമുക്ക് പ്രയോറിറ്റി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുഞ്ഞു മാത്രമാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആ കുഞ്ഞു തന്നെയായിരിക്കും. പക്ഷെ ഒന്നോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അവിടെ പ്രയോറിറ്റി ഷെയർ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അവിടെ അച്ഛനും അമ്മയ്ക്കും എന്നോടാണ് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ ചേച്ചിയോടാണ് സ്നേഹം എന്ന് നമ്മൾ പറയുന്ന ഒരു കാലമാണത്. അതിനുശേഷം നമ്മൾ കൗമാരത്തിലെത്തുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. ഫ്രണ്ട്സിന്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ വരെ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാതെ വരുമ്പോൾ, അവൾക്കിപ്പോൾ മറ്റവളോടാണ് കൂടുതൽ താല്പര്യം, അവളിപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ വരാറില്ല എന്ന രീതിയിൽ അവിടെയും പ്രയോറിറ്റി ഒരു വിഷയം തന്നെയാണ്. പിന്നീട് നമ്മൾ യൗവനത്തിലെത്തി കല്യാണം കഴിക്കുന്ന ഒരു സമയം. അപ്പോൾ ചിലർ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും അവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഹസ്ബൻഡിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് എല്ലാ പ്രതീക്ഷകളും ഹസ്ബൻഡിൽ കൊടുത്ത് നമ്മളെ പ്രതീക്ഷകൾ, അയാളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മളാണ് എന്ന് സ്വയം പ്രതീക്ഷിച്ച് ഓരോരുത്തരും സ്വന്തം കുടുംബവും നാടും വീടും എല്ലാം വിട്ട് ഭർത്തൃ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ആഗ്രഹം നമ്മൾ അയാളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആണെന്നുള്ളതാണ്. പക്ഷേ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരും ഫസ്റ്റ് ആണോ അതോ ലാസ്റ്റ് ആണോ എന്നുള്ളത്. അത് ഓരോരുത്തരും ഇന്ന് സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മൾക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാവുന്ന ഒരു സീസൺ, ആ ടൈമിൽ എങ്ങനെയാണ് നമ്മളുടെ സ്നേഹമാണ് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നത്. അതായത് അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ചേച്ചീനോടാണ് അല്ലെങ്കിൽ ഏട്ടനോടാണ് എന്ന് പറഞ്ഞ് നമ്മളെ ചൊല്ലിയായിരിക്കും കുഞ്ഞുങ്ങൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി അവർ ഓരോരോ ജോലികളിൽ കയറി മിടുക്കരായി ജോലി ചെയ്യുന്ന സീസൺ വരുമ്പോൾ നമ്മളെ അവർക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ നമ്മളോട് മിണ്ടാനോ സമയമില്ലാതെ വരുമ്പോൾ അവിടെ നമ്മൾ അവരെ പ്രയോറിറ്റിയെ ചൊല്ലി വിഷമിക്കുന്നുണ്ടാവും. അവർക്ക് നമ്മളോടൊന്നും മിണ്ടാൻ നേരില്ല, നമ്മളോട് 10 മിനിറ്റ് നമ്മളോടൊപ്പം ഇരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ചെറിയൊരു വിഷമം ഉള്ളിലില്ലാത്ത അച്ഛനമ്മമാരുണ്ടാവില്ല. ശരിക്കും ജീവിതത്തിൽ പ്രയോറിറ്റി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നവരാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരോടൊപ്പം നിങ്ങളും സ്നേഹിക്കപ്പെടാനുള്ള ഒരു അവസരം, മറ്റുള്ളവരുടെ ഒരു പ്രയോറിറ്റി ആയി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ.